അങ്കമാലി ടൗണിനോട് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ അല്ലെങ്കിൽ പറ്റിയ സ്ഥലമായിരിക്കും നിങ്ങളീ കാണുന്നത്. നമുക്ക് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് MC റോഡിൽ അല്ലെങ്കിൽ NH നിന്നും വെറും 600 മീറ്റർ മാത്രമാണ് ഈ പറയുന്ന പ്ലോട്ടിലേക്ക് വരുന്നത്. നമുക്കിവിടെ നിന്ന് വേണമെങ്കിൽ 10 സെൻറ്റ് 15 സെൻറ്റ് 20 സെൻറ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. 10 സെൻറ്റ് തൊട്ടാണ് നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്യാൻ സാധിക്കുന്നത്. സെൻട്രേക്കയുടെ വഴി കാര്യങ്ങൾ ഏകദേശം 14 അടിയോളം വീതിയുള്ള വഴിയാണ് സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നും ഈ സൈഡിൽ കണ്ടോ, ഈ സൈഡിൽ കിടക്കുന്ന ഇനി ഫ്രണ്ടേജ് വേണമെങ്കിൽ ഫ്രണ്ടേജ് കിട്ടും. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടി ഇതിന് ചോദിക്കുന്നത് 5.25 ലക്ഷം രൂപയാണ് ഏറ്റവും ഫ്രണ്ടിലെ പ്ലോട്ടിന് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ബാക്കിലേക്ക് വരുന്നവർ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ, ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിത് ഏരിയ വരുന്നത് അങ്കമാലി കരയാമ്പറമ്പാണ് നമുക്ക് ഏരിയ വരുന്നത്. കരയാമ്പറമ്പ് പള്ളിയുടെ അടുത്താണ് നമുക്ക് ഈ പറയുന്ന മെയിനായിട്ട് വരുന്ന RC ചർച്ച് ഉണ്ട്. കരയാമ്പറമ്പ് പള്ളി അല്ലെങ്കിൽ പാലത്തിൻ്റെ തൊട്ടടുത്ത്, കരയാമ്പറമ്പ് പാലത്തിൻ്റെ തൊട്ടടുത്ത് വരുന്ന ആ ചർച്ചിൻ്റെ ഏരിയയിലാണ് നമുക്ക് ഈ പറയുന്ന പ്ലോട്ട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ഏകദേശം അങ്കമാലി ടൗണിലേക്കാണെങ്കിൽ വെറും 2 കിലോമീറ്റർ മാത്രമാണ് അങ്കമാലി ടൗണിലേക്ക് വരുന്നത്. അഡ്ലക്സ് ഹോസ്പിറ്റലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലാണ് അഡ്ലക്സ് ഹോസ്പിറ്റൽ വരുന്നത്. അതുപോലെ തന്നെ LF ഹോസ്പിറ്റൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ് എല്ലാം തൊട്ടടുത്താണ് വരുന്നത്. പിന്നെ NHലേക്ക് വരുന്ന ദൂരം വെറും 600 മീറ്റർ മാത്രമാണ് NHലേക്ക് വരുന്ന ദൂരവും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, 10 സെൻറ്റ് തൊട്ട് നമുക്ക് എത്ര സെൻറ്റ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഹൈറ്റിൽ നിൽക്കുന്ന സ്ഥലമാണ്, കുറച്ചുകൂടി ഉയർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വെച്ചാൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളവും കിട്ടുന്ന ഏരിയകളാണ്. ഒരു കോമൺ ആയിട്ടൊരു കിണറും വരുന്നുണ്ട്. അത് വേണമെങ്കിൽ കോമൺ കിണർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഏറ്റവും എൻഡിലായിട്ട് കണ്ടോ, ആ കാണുന്നതാണ് കോമൺ കിണർ. അതിൽ വേണമെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതെല്ലാം സെപ്പറേറ്റ് കിണർ ഒതുങ്ങണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലോട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതിലും യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുമാത്രമല്ല ഇതിലുള്ള വീഡിയോകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if